ഈ രാജ്യത്തെ ഈ ചെറുപ്പക്കാർ സംഘടിതരല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു ജഡ്ജിയോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വളരെ നൈമിഷികമായ ഒരു ഓൺലൈൻ ക്യാമ്പയിനിൽ കൂടെ രൂപപ്പെട്ടു വന്ന ഈ മനുഷ്യരുടെ സമരം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്നത് കേന്ദ്രമന്ത്രിയായിട്ട് ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ മകള് നൈമിഷ പ്രധാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയ കാര്യമാണ്. അവർ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലോ സ്കൂളിൽ പ്രവേശനം നേടിയിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. ഇന്ത്യക്കാരി ഒരു യുവതി അവർ നിയമന പഠനത്തിൽ LLM-നൊക്കെ വേണ്ടിയിട്ട് വിദേശത്തെ ഏറ്റവും വലിയൊരു വളരെ ഉയർന്ന ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൽ പ്രവേശനം നേടുകയാണ്. പക്ഷെ നമ്മൾ നോക്കുക, ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഇവിടുത്തെ നിയമ സംവിധാനത്തെ, ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ, ഇവിടുത്തെ ഭാവി തലമുറ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയുടെ മകൾക്ക് പോലും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ പുറത്തു പോകുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ, അവർക്ക് പ്രത്യേകമായിട്ട് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ വിധേയത്വമോ അല്ലെങ്കിൽ ഐഡിയോളജിയുടെ ഒരു ഭാരമോ ഒന്നുമില്ല. പക്ഷെ അവർ കൃത്യമായി ചോദിക്കുന്നു, അവരുടെ പ്രവേശന പരീക്ഷകൾ അപകടത്തിലാണ്, അവർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളയോ അവഗണിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള സമീപനം സർക്കാരിൽ നിന്ന് വരുന്നു. സർക്കാരിൻ്റെ നയസമീപനങ്ങളിൽ അവർക്ക് പ്രാതിനിധ്യമില്ല. ഈ രീതിയിലെല്ലാം വളരെ ഗൗരവമായൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ യോഗേന്ദ്ര യാദവ് വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, ഇതിൽ വലിയൊരു അനീതിയുണ്ട്. ഈ യുവാക്കളുടെ ഇടയിലുള്ള അങ്ങേയറ്റത്തെ നിരാശയാണ്, ഫ്രസ്ട്രേഷനാണ് ഈ സമരങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ സർക്കാരും അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഈ ചെറുപ്പക്കാർക്ക് പിന്നിൽ ഏതോ വിദേശ ശക്തികളുണ്ട്. ഇത് ഇന്നും നിലയെ പറയാൻ തുടങ്ങിയതല്ല. ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിനെതിരെ യുവജനങ്ങളുടെ പ്രതിഷേധം വരുമ്പോൾ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വരുമ്പോൾ സ്ഥിരമായി പറയുന്നൊരു പല്ലവി തന്നെയാണ്, പുറത്തുനിന്നുള്ള എന്തോ ആളുകളാണ് ഇതിനെല്ലാം ഇൻസൈറ്റ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല. കാരണം എത്രയോ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പൊതുപരീക്ഷാ സംവിധാനത്തിൻ്റെ ക്രെഡിബിലിറ്റി, മത്സര പരീക്ഷകളുടെ ക്രെഡിബിലിറ്റി, യൂണിവേഴ്സിറ്റി അഡ്മിഷനുകളുടെ ക്രെഡിബിലിറ്റി, ദേശീയ തലത്തിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ എല്ലാം ക്രെഡിബിലിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മീഡിയോക്കറായ ആളുകൾക്ക് പ്രവേശന സംവിധാനങ്ങളെ, നിയമങ്ങളെ, തത്വങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അഡ്മിഷൻ കിട്ടാനും, അല്ലാത്ത ആളുകൾക്ക്, അർഹരായ വിദ്യാർത്ഥികൾക്ക്, ബ്രൈറ്റായ വിദ്യാർത്ഥികൾക്ക് ആ സ്ഥാനം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ അവസര നിഷേധത്തിൻ്റെതായ അതിഭീകരമായ ഒരു അവസ്ഥയുണ്ട്. തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സമീപനങ്ങളിലെ വികസന സമീപനമാവട്ടെ, വിദ്യാഭ്യാസ സമീപനമാവട്ടെ, ഈ കാര്യങ്ങളിൽ ഈ പുതിയ തലമുറ എങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്യുന്നുണ്ടോ, ഇവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ എന്താണ് ഈ രാജ്യത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ സർക്കാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നുണ്ടോ? ഇത് ചോദിക്കാത്തത് കൊണ്ടാണ്, അങ്ങേറ്റത്തൊരു നിരാശ കൊണ്ടാണ്, അങ്ങേറ്റത്തൊരു വേദന കൊണ്ടാണ്